കോഴിക്കോട് മാമി തിരോധാന കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. IG P. പ്രകാശിന്റെ മേൽനോട്ടത്തിൽ നാളെ മുതൽ അന്വേഷണം ആരംഭിക്കും. വിവരങ്ങളുമായി മാനസ ചേരുകയാണ്. മാനസ, ക്രൈംബ്രാഞ്ചിന്റെ കോഴിക്കോട് യൂണിറ്റിനാണ് ചുമതല. മാത്രവുമല്ല, കോഴിക്കോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. ആരൊക്കെയാണ് അന്വേഷണ സംഘത്തിലുള്ളത്? നീലിമ, അല്പസമയം മുൻപാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷ് ആണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് മുഹമ്മദ് ആട്ടൂർ, അതായത് മാമി എന്ന വ്യക്തിയെ കാണാതായ സംഭവം അന്വേഷിക്കുന്നതിനായാണ് കോഴിക്കോട് യൂണിറ്റിന്റെ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് കോഴിക്കോട് റേഞ്ച് P. പ്രകാശിന്റെ മേൽനോട്ടത്തിലാണ് സംഘം പ്രവർത്തിക്കുക. 5 പേരടങ്ങുന്ന സംഘമാണ് ഉള്ളത്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP പ്രേമൻ U ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അതോടൊപ്പം തന്നെ കോഴിക്കോട് വയനാട് ക്രൈംബ്രാഞ്ച് യൂണിറ്റുകളിലെ ഡിറ്റക്ടീവ് ഇൻസ്പെക്ടർമാരായ ഷാരൂൺ CS, രതീഷ് കുമാർ R, അഭിലാഷ് P, സിബി തോമസ് എന്നിവരെ കൂടാതെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് STM സംഘത്തിലുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. നാളെ മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിക്കുമെന്ന് തന്നെയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ശരി, മാനസയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.